പിന്നെ എടുത്തു പറയേണ്ട ഒരു പേരാണ് റിങ്കു സിംഗിൻ്റേത്. കാരണം ചില പ്ലേയേഴ്സ് ഉണ്ട് സ്റ്റാർട്ടിങ് ഫോം ഔട്ടായിട്ട് പിന്നെ ഫോം കണ്ടെത്തുന്നത്. ഇപ്പോൾ സഞ്ജു സാംസൺ ആയിക്കോട്ടെ, സുദർശൻ ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. ചിലർ ഫോം കണ്ടെത്താൻ പറ്റാതെ ആകും. അപ്പോൾ ഒരുപാട് മത്സരം കഴിഞ്ഞാൽ പിന്നെ അവരെ പുറത്താക്കല്ലാതെ വേറെ വഴിയില്ല. റിങ്കു സിംഗ് ഓൾറെഡി ഫോം ഔട്ടിൽ നിന്ന് 2 മത്സരം മുമ്പ് ഫോമിലേക്ക് തിരിച്ചു വന്നു. ഇന്ന് റിങ്കു സിംഗ് ഒരിക്കൽ കൂടി റിങ്കു സിംഗ് KKR ആരാണെന്ന് കാണിച്ചു തന്നു. അത് മികച്ച പെർഫോമൻസാണ്. റിങ്കു സിംഗ് ആണ് ഇന്ന് KKR ജയിപ്പിച്ചത്. അതൊക്കെ ഫീൽഡിങ്ങിൽ റിങ്കു സിംഗ് നിറഞ്ഞു നിൽക്കുന്നു, അത് വേറെ കാര്യം. ഫീൽഡിങ് അവിടെ പോട്ടെ, KKR പൊരുതാനുള്ള സ്കോർ എത്തിച്ചു കൊടുത്തത് നമ്മൾ റിങ്കു മോഹൻ തന്നെയാണ്. അതിന് റിങ്കു സിംഗിൻ്റെ ഇന്നിങ്സ് ഭയങ്കര കയ്യടി അറിയിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് KKR വിജയശില്പി റിങ്കു സിംഗ്. അന്ന് KKR ഡു ഓർ ഡൈ ആയിരുന്നു. ഇനിയുള്ള എല്ലാ മത്സരവും KKR ജയിച്ചേ പറ്റൂ. അതുകൊണ്ട് തന്നെ KKR ഇന്നത്തെ മത്സരം അത്ര നിർണായകമാണ്. റിങ്കു സിംഗ് ബാക്കി എല്ലാ ബാറ്റ്സ്മാനും പരാജയപ്പെട്ടപ്പോഴും റിങ്കു സിംഗ് വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടില്ല. പൊരുതി റിങ്കു സിംഗ് മാന്യമായ സ്കോറിലെത്തിച്ചു. അത് KKR പിടിച്ചു. പിന്നെ മറുഭാഗം LSG അവർ ലോക്കൽ കളിയുമാണ് കളിച്ചത്, അത് വേറെ കാര്യം. എന്തായാലും റിങ്കു സിംഗിൽ ഒരു പ്രതീക്ഷ വെക്കാം. പക്ഷേ ഈ കളിയൊന്നും വെച്ചിട്ട് KKR ഇവിടെ എത്താൻ പോകുന്നില്ല. അതും പറയാതിരിക്കാൻ വയ്യ.